الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വലിയൊരു ഇലക്ഷൻ്റെ റിസൾട്ട് വരികയും അതിൽ ജയപരാജയങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഒരു വിഭാഗം വിജയിക്കുകയും അതിൻ്റെ ആഘോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ ഉണ്ടാവുകയും മറുവിഭാഗം രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ നേർവിപരീതമായിരുന്നു ആഘോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം. നമ്മൾ വിജയിച്ച പരാജയപ്പെട്ട ഓരോ തെരഞ്ഞെടുപ്പിലെയും നേതാക്കന്മാർ അതിനുശേഷം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ വിജയം കൈവരിച്ചത് എന്ന് ഏത് വർഷത്തെയും ഏത് തെരഞ്ഞെടുപ്പിലെയും വിജയത്തിന് നേതൃത്വം നൽകിയ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാറുള്ളത്. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഒന്നാമത് പറയും, ഞങ്ങൾ ഇത്തവണ ലക്ഷ്യബോധത്തോടുകൂടി ഒറ്റക്കെട്ടായി നിന്നവരാണ്, അതാണ് ഞങ്ങളുടെ വിജയത്തിന് കാരണം. 2, ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു, ആ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഞങ്ങളുടെ വിജയം. 3, ഞങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റുകളെയും പാളിച്ചകളെയും കുറിച്ച് ഞങ്ങൾ പഠിച്ചു, തിരുത്തി ഞങ്ങൾ മുന്നേറി, അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഏതു തെരഞ്ഞെടുപ്പിലെയും ഏതു വർഷത്തെ തെരഞ്ഞെടുപ്പിലെയും വിജയിച്ച പാർട്ടികളുടെ നേതാക്കന്മാർ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ അവർ നമ്മളോടും മാധ്യമങ്ങളുടെ മുന്നിലും വന്ന് പറയുന്ന വാക്കുകളാണിത്. 2ാം സ്ഥാനത്തേക്ക് പോകുന്ന ഏതൊരു കക്ഷികളുടെയും നേതാക്കന്മാർ അവർ പറയുന്ന വാചകം ഏത് വർഷത്തേതും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, ഏകദേശം ഒരുപോലെയായിരിക്കും. അവർ പറയുക, ഞങ്ങൾ ഇങ്ങനെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്, ഞങ്ങൾ ഇങ്ങനെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. 2, ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ അത്ര സമഗ്രമായൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. 3, ഞങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളും പാളിച്ചകളും ഞങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും തിരുത്തി മുന്നേറുകയും ചെയ്യും. സഹോദരങ്ങളെ, ലോകത്ത് നടക്കുന്ന ഏതൊരു വിജയപരാജയത്തിന്റെയും അടിസ്ഥാനമാണിത്. ഏത് വിജയപരാജയത്തിന്റെയും അടിസ്ഥാനമാണ് ഈ നേതാക്കന്മാർ പറയുന്ന ഈ വാക്കുകൾ. അതൊരു ഇലക്ഷനിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു ഉന്നതമായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെ നിങ്ങൾ നോക്കൂ. IAS-നോ അല്ലെങ്കിൽ വേണ്ട ഒരു MBBS-നോ അല്ലെങ്കിൽ ഗവൺമെന്റ് തല ജോലി ലഭിക്കുന്ന മത്സര പരീക്ഷയിൽ വിജയിച്ച ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, ആ കുട്ടി എന്താ പറയൂ?
എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ വിജയം. ഞാൻ ശ്രമിക്കായിരുന്നു, ലക്ഷ്യബോധത്തിൽ ഞാൻ ശ്രമിക്കുന്നു. ബാക്കിയുള്ളവരെ പോലെ ഞാൻ ജീവിച്ചില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ടായി, ആ ലക്ഷ്യത്തിന് ഞാൻ ശ്രമിച്ചു. എനിക്ക് ചില വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ കാലം കൊണ്ട് മറികടന്നു, അതുകൊണ്ട് ഞാൻ ജയിച്ചു. പരാജയപ്പെട്ട കുട്ടികളോട് ചോദിച്ചു നോക്കൂ, അവരെന്താ പറയോ? ഇത്ര ടഫാകുന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ബാക്കിയുള്ളവരുടെ അത്ര ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ചില ന്യൂനത ഉണ്ടായിരുന്നു, അത് പരിഹരിക്കുന്നിടത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, ദുനിയാവിലെ ഏതൊരു വിഷയത്തെയും സ്വന്തം പരലോകത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുന്നിടത്താണ് ഒരു വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാവുക. അപ്പോഴാണ് ഒരു വിശ്വാസി പരിപൂർണനാവുക. ഇതേ ജയപരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് നമ്മൾ എന്നത് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് പടച്ചോന്റെ മുന്നിൽ വിജയിക്കേണ്ടവരും പരാജയപ്പെടേണ്ടവരുമാണ്. നമ്മൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവിത പരീക്ഷയുടെ വിജയത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരും പരാജയം അഥവാ പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് പടച്ചവനിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നവരാണ് എന്ന ബോധ്യം നമ്മൾക്ക് ഈ സമയത്ത് ഉണ്ടാകണം. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞറിയോ? പരിശുദ്ധ ഖുർആനെ ജയിച്ച ആളെയും അള്ളാന്റെ മുന്നിൽ പരലോകത്ത് ജയിച്ച ആളുടെയും പരാജയപ്പെട്ട ആളുകളുടെയും സംസാരം ഇതുപോലെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം നമ്മൾ കേൾക്കുമ്പോ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാകും. അള്ളാഹുവിന്റെ ആയത്താട്ടോ, അള്ളാഹു വിജയിച്ച് വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ, പടച്ചോൻ അവരെ വിളിക്കും, നീ വിജയിച്ചവരാണ്, ഞാൻ നടത്തിയ പരീക്ഷയിൽ നീ വിജയിച്ചവനാണ്, സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എല്ലാവരുടെ അടുക്കലേക്കും പോയിട്ട് പറയും, ഞാൻ ജയിച്ചിക്കണ്, ഇതാ എന്റെ കിതാബ് വായിച്ചു നോക്കൂ. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കൂലേ, അറിഞ്ഞില്ലേ? വാട്സപ്പിൽ നമ്മൾ അറിഞ്ഞില്ലേ? ഇത്ര ഭൂരിപക്ഷം ഉണ്ട്, അറിഞ്ഞില്ലേ? അവസാനം വെച്ച് നമ്മൾ കയറിയിരിക്കണം, അറിഞ്ഞില്ലേ? ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കണം, അറിഞ്ഞില്ലേ? നമുക്ക് വൈകുന്നേരം കൂടണം, അറിഞ്ഞില്ലേ? ഈ വാചകം നമ്മൾ പരലോകത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ തുള്ളിച്ചാടുന്ന, പടച്ചോനെ ഞാൻ വിജയിച്ചുതാ, എന്റെ കിതാബ് വായിച്ചു നോക്കൂ. സഹോദരങ്ങളെ, അടുത്ത വാക്കെന്തറിയോ? എങ്ങനെ ഞാൻ ജയിച്ചത്? എടവണ്ണയിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെ ജയിച്ച്? എന്റെ ചങ്ങായിമാര് പലരും നരകത്ത് പോയി, എന്റെ കുടുംബത്തിലെ പല ആൾക്കാരും നരകത്ത് പോയി. എന്തേ ഞാൻ ജയിക്കാൻ കാരണം അറിയോ? ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു പരലോകവും വിചാരണയും ഉണ്ടാകും എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിച്ച്. ഇതാണ് ഏത് വിജയത്തിന്റെയും ഒന്നാം ഭാഗം. ഇങ്ങനൊരു പരലോകം ഉണ്ടാകും, വിചാരണ ഉണ്ടാകും, അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. എന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗം അള്ള ചോദിക്കും, പടച്ചോന്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും, നാട്ടുകാരും എന്റെ കൂടെ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൽ ഞാൻ ജീവിച്ചു. അതുകൊണ്ട് ഞാൻ ജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ജയിച്ച്. പരലോകത്ത് ഞാൻ നിൽക്കേണ്ടി എന്നുള്ള ബോധം എനിക്ക് എപ്പോണ്ടായിന്നറിയോ? ഞാൻ ദീനിയായി ജീവിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഞാൻ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, എന്റെ കൂടെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. കച്ചവടത്തിലായിട്ട്, ഗവൺമെന്റ് ഉദ്യോഗമായിട്ട്, കൂലിപ്പണിയായിട്ട് എനിക്ക് ജീവിതത്തിൽ സമ്പത്തുണ്ട്. ആ സമ്പത്തിൽ ബാക്കിയുള്ള എല്ലാവരും അവനാൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു പരിധി വെച്ചു. അതെന്താ പരിധി? എന്റെ സമ്പത്തിൽ പടച്ചോ നിരോധിച്ച ഹറാമ് വരരുത്. അപ്പൊ എനിക്ക് കളിയാക്കലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു, അന്നതിനൊന്നും പറ്റൂല, ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റൂല, ഇങ്ങനെ മുസ്താദുമാരമായി നടന്നൊക്കെ പറഞ്ഞു. അപ്പോഴെന്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, ഇന്നി വലന്തു അന്നി മുലാഖിൻ ഹിസാബിയ, അള്ളാന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരും. പടച്ചോൻ എന്നോട് പൈസനെ പറ്റി ചോദിക്കുമ്പം ഞാൻ അള്ളാനോട് നേർക്കുനേരെ പറയേണ്ടി വരും. അതിനെനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. ആ ലക്ഷ്യത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് സ്വർഗം കിട്ടി. ഇതാണ് വിജയത്തിന്റെ ഒന്നാമത്തെ ഭാഗം. നമുക്ക് പരലോകത്ത് ജയിക്കാനും ദുനിയാവിലൊരു പാർട്ടി ജയിക്കാനും പരീക്ഷ ജയിക്കാനും ഒന്നാമത്തെ എന്താ അറിയോ? ലക്ഷ്യബോധത്തിൽ ശക്തമായി നിൽക്കുക. ഞാൻ ജീവിക്കുന്നു, പരലോകത്ത് ഞാൻ അള്ളാന്റെ മുന്നിൽ ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്ക് വരും, പടച്ചോന്റെ മുന്നിൽ ഞാൻ നിൽക്കും. അള്ളന്നോട് ചോദിക്കുമ്പം ബാക്കി ഒരാളുടെയും സംസാരം പടച്ചോൻ കേൾക്കൂല, ഇന്റത് മാത്ര കേൾക്കുക. അന്റെ സമ്പത്തിൽ ഹറാമ് വന്നിക്കണല്ലോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹറാമ് വേണ്ടാന്ന് തീരുമാനിച്ചു. അള്ള എന്നെ വിജയിയായി പ്രഖ്യാപിച്ചു. ഇതാണ് മാനദണ്ഡം. ഇതാണ് മാനദണ്ഡം. ദേഷ്യം വരും, നമുക്കൊക്കെ ദേഷ്യം വരും. അദ്ദേഹം പറഞ്ഞ വാക്കാൻ ഞാൻ ഖുർആനിലൂടെ സംസാരിക്കാൻ. എല്ലാവർക്കും ചിലപ്പോൾ ജീവിതത്തിൽ ദേഷ്യം വരും.
ആ ദേഷ്യം വരുമ്പം എന്റെ കൂടെയുള്ള പല ആൾക്കാരും പെരും തെറി വിളിക്കും. 50 വയസ്സായി, 60 വയസ്സായി, വെല്യാപ്പിയായി, 83 പേരക്കുട്ടിയാണ് 35, ഇപ്പോഴും ദേഷ്യം വന്നാൽ തെറി വിളിക്കും. എന്നിട്ട് പറയും ആണുങ്ങളായ തെറി വിളിക്കും, ആണുങ്ങളായ തെറിക്കും. പെണ്ണുങ്ങൾ വിളിച്ചാലോ പെണ്ണുങ്ങൾ വിളിക്കാൻ പോലെ ആണുങ്ങളായ തെറി വിളിക്കും. ഈ ഡയലോഗായിട്ട് നിങ്ങൾ ജീവിക്കും. എനിക്ക് അങ്ങോട്ട് തെറി വിളിക്കാൻ എനിക്കറിയാം. അവൻ തെറി വിളിച്ചതുപോലെ തെറി വിളിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അവൻ വിളിച്ച തെറിന്റെ ഊക്കും എനിക്കറിയാം. പടച്ചോനെ ഞാൻ വിളിച്ചില്ല. എന്തുകൊണ്ടാ വിളിച്ചില്ല? ലൈസൽ മുഅ്മിനു, ഒരാൾ വിശ്വാസിയാവുകയില്ല, ബിൽ ഫാഹിശി വൽ ബദീ, തെറിയും അശ്ലീലതയും ഇപ്പോഴും കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ അവനെ അള്ള യഥാർത്ഥ വിശ്വാസിയായിട്ട് പരിഗണിക്കൂലാന്ന് ഞാൻ നബി പറഞ്ഞത് മിമ്പർമെന്ന് കേട്ടുകണ്, പുസ്തകത്തിൽ വായിച്ചുകണ്, യൂട്യൂബിൽ പണ്ഡിതന്മാരുടെ പ്രസംഗത്തിൽ കേട്ടുകണ്. എനിക്ക് ദേഷ്യം വന്നിട്ടും കോപം വന്നിട്ടും ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോഴും തെറിയും അശ്ലീലതയും പറയാതെ നിന്നു. എന്തേ കാരണം? ഇന്നി വനന്തു അന്നി മുലാഖി നിസാബിയ, പരലോകത്ത് ഞാൻ അങ്ങനെ നിൽക്കും. എന്നിട്ട് അള്ളഹാനോട് എനിക്ക് പറയേണ്ടി വരും, അള്ളാഹ് ഞാൻ ആണാണ്, ആണാകുമ്പോ അതുണ്ടാകും, അത് എനിക്ക് വഹി നൽകിയിട്ടില്ലേ എന്ന് പറയേണ്ടി വരും. പടച്ചോൻ ചോദിക്കും ഏത് വഹിയില ആണുങ്ങൾക്ക് തെറി വിളിക്കാന്നുള്ളത് എന്ന് അള്ളാന്റെ എഴുത്തിൽ ഉത്തരം പറയേണ്ടി വരും. ഇതെന്തിനാ നമ്മളെ പറയുന്നത് അറിയോ? സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചിട്ട് ഒരു ദിവസം മരിക്കാൻ സ്വർഗം അല്ല. സ്വർഗം കിട്ടുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സ്വർഗം കിട്ടി എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്. ഞാൻ ലക്ഷ്യബോധത്തിൽ അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നുള്ള ബോധത്തിലാണ് ഞാൻ കച്ചവടം ചെയ്ത്, ഞാൻ പൈസ ഉണ്ടാക്കിയത്, ഞാൻ എന്റെ ടൂർ പോയത്, ഞാൻ കല്യാണം നടത്തിയത്, ഞാൻ പെരണ്ടാക്കിയത്, ഞാൻ വസ്ത്രം ധരിച്ചതോ ഒക്കെ അള്ളാന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരും. അള്ളാന്റെ മുന്നിൽ ഞാൻ വിജയിക്കുന്നവനോ പരാജയപ്പെടുന്നവനോ ആകും. അതിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാകണമെന്ന ബോധത്തിലാണ് ജീവിച്ച്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഒരുപാട് നല്ലവരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവൂലേ. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ലൊരു യുവാവ് വന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലാണ് പഠിച്ച്, ഞാൻ പഠിക്കണ എന്റെ റൂമില് എന്റെ കൂടെയുള്ള 2-3 കുട്ടികള് എല്ലാ ദിവസവും വൈകുന്നേരം കുടിക്കും. അവര് എന്റെ റൂമിൽ മൊത്തം ബിയറിന്റെ കുപ്പിണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കുക. ഞാൻ പിടിച്ചെന്ന് മൗലവി, ഞാൻ പിടിച്ചെന്ന് എന്റെ ഈമ മാത്രല്ല എന്റെ അമ്മാന്റെ പ്രാർത്ഥനയും കൂടി ഉണ്ടായിനി. അദ്ദേഹം ആകെ ഒരു 1.5 മിനിറ്റാണ് ക്ലാസ് കഴിഞ്ഞ് പോണിന്റെ ഇടയ്ക്ക് 1.5 മിനിറ്റ് അദ്ദേഹം സംസാരിക്കണ്ടോ. ആ 1.5 മിനിറ്റിൽ അദ്ദേഹം കണ്ണുന്നിങ്ങനെ കണ്ണീര് വരിക. എന്റെ അമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ ക്ലാസ്സും കൂടി കേൾക്കാൻ വേണ്ടി വന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 5-4 കൊല്ലം ഒരു ക്യാമ്പസിൽ ജീവിക്കുക, റൂമത്തെ മുഴുവൻ 4 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളും കുടിക്കുക, അവൻ കുടിക്കാതെ 4 കൊല്ലം 5 കൊല്ലം പിടിച്ചിക്ക. എവിടെ പിടിച്ചിക്ക? പള്ളിന്റെ ഉള്ളിൽ പിടിച്ചിക്കല്ല, അല്ല സോങ്ങളെ, പള്ളിന്റെ ഉള്ളിൽ പിടിച്ചിക്കല്ല, ബാപ്പാനിമാന്റെ മുന്നിൽ പിടിച്ചിക്കല്ല, ക്യാമ്പസിൽ പിടിച്ചിക്ക. എന്തേ കാരണം? ഇന്നി വനന്തു അന്നി മുലാഖി നിസാബിയ. പടച്ചോനെ, ഈ റൂമും ഈ കുടിയന്മാരും ഈ ചങ്ങാതിമാരും ഒന്നുമില്ലാത്തൊരു ലോകത്ത് ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. അള്ളന്നോട് ചോദിക്കും. അവിടെ ഞാൻ എങ്ങാനും ദുനിയാവിൽ നിന്ന് പൊടിയായി വലിയായി സ്റ്റിക്കറായി ഒരു സാധനം ഉപയോഗിച്ചാൽ അള്ളന്റെ ഈമാനെ വലിച്ചെടുക്കും. അബൂജഹൽ ചത്ത് മലക്കുന്നത് പോലെ ഞാൻ മലക്കേണ്ടി വരും. തൊടൂല. ഞാൻ ഇഷ്ടല്ലാത്തോണ്ടല്ല, കിട്ടാത്തോണ്ടല്ല, ആരും അറിഞ്ഞിട്ടല്ല, ഞാൻ ലക്ഷ്യത്തിലാ ജീവിക്കണത്. ഇതാണ് ആദ്യം നമ്മൾ ഉണ്ടാണ്ടേ. ഇതുള്ളോനെ ജയിക്കാൻ കഴിയുള്ളൂ. ഇത്തവണ ജയിക്കണം. പാർട്ടികൾ അങ്ങനെ ഇത്തവണ ജയിക്കണം, ഭരണം കിട്ടിയേ പറ്റൂ. ജീവിതത്തിൽ എന്തു വന്നാലും ആ തീരുമാനമുള്ളവർ ഓരോ തവണയും ജയിക്കും. അവരതിനനുസരിച്ച് പിന്നീട് എന്ത് ചെയ്യോ? കഠിനാധ്വാനം ചെയ്യും. അതാണ് 2. ലക്ഷ്യബോധം കഴിഞ്ഞില്ല. ജീവിതത്തിൽ എന്ത് വന്നാലും സ്വർഗം കിട്ടണം, അതാണ് ലക്ഷ്യബോധം. കഴിഞ്ഞില്ലല്ലോ. 2 എന്താ? പരിശ്രമിക്കും. അള്ളാഹുവിന്റെ വാക്കെന്താ അറിയോ? സ്വർഗം കിട്ടിയ ആള് പറയാൻ അള്ളാഹു അവരോട് പറയാൻ, കുലു വശ്റബു ഹനീഅൻ. സ്വർഗത്തിൽ അള്ളാഹ് കയറ്റിയിട്ട് ആസ്വദിച്ച് ജീവിച്ചോ, ആസ്വദിച്ച് ഭക്ഷിച്ചോ. ദുനിയാവിന്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മനോഹരമായ സ്വർഗാരാമങ്ങളിൽ ഉല്ലസിച്ച് ജീവിച്ചോ. എന്നിട്ട് അള്ളാഹ് സ്വർഗം കൊടുക്കാൻ കാരണം പറയട്ടോ, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ദുനിയാവില് നീ ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോനാണ്. അതാണ് 2 ലക്ഷ്യബോധം. 2 എന്താ അറിയോ? പണിയെടുക്കുക, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. എന്താണ് അള്ളാന്റെ വാക്കറിയോ? സ്വർഗം കിട്ടിക്കോളും എന്ന് വിചാരിച്ച് നീ ജീവിച്ചില്ല. അതെങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെ പോയാൽ കിട്ടാം എന്നും നീ വിചാരിച്ചില്ല.
നാട്ടാരെല്ലാരും പറഞ്ഞു അങ്ങനൊന്നും ആകണ്ട. അയ്മലുജ് കേട്ടില്ല. അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമെന്ന് മനസ്സിലാക്കിയില്ല. അള്ളഹാനോട് പ്രാർത്ഥിക്കുകയും പടച്ചവന്റെ കാരുണ്യത്തിൽ നിരാശയില്ലാതെ ജീവിക്കുകയും അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തു. അതാണ് അള്ളാഹുവിന്റെ വാക്ക്, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നീ പണിയെടുത്തു, സ്വർഗം ലക്ഷ്യം വെച്ചു, അള്ള പറഞ്ഞ നന്മകൾ ചെയ്തു, പടച്ചോൻ പറഞ്ഞ ഹറാമുകൾ ഒഴിവാക്കി പണിയെടുത്തു, അതുകൊണ്ട് നിനക്ക് സ്വർഗം ഉണ്ടായി. സഹോദരങ്ങളെ, ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് ഖുർആൻ എന്തിനത് പറഞ്ഞിരുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പോകും, നമ്മൾ ഒറ്റക്കാണ് പരലോകത്ത് വരിക എന്നത് അല്ല പറഞ്ഞിരുന്നത്. നമ്മക്കൊറ്റക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. സഹോദരങ്ങളെ, നരകം കിട്ടുന്ന ആൾക്കാർ ഇതേ സൂറത്തിൽ ഇതിന്റെ ബാക്കി അല്ല നരകത്ത് പോണ ആൾക്കാരുടെ സംസാരം പറഞ്ഞു തരാൻ. നമ്മൾ നേരത്തെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ 2ാം സ്ഥാനത്തേക്ക് എക്കാലഘട്ടത്തും വരുന്ന നേതാക്കന്മാർ പറഞ്ഞ അതേ വാക്ക് പരലോകത്തിന് വേണ്ടി പരലോകത്ത് നമ്മൾ പറയണം. എന്താ അമ്മാ മനൂത്തിയ കിതാബഹു ബിശിമാലി, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിച്ചു, അഥവാ നരകത്തിലേക്ക് പോകുക എന്ന് നമുക്ക് മനസ്സിലായി. ആ സമയത്ത് നമ്മൾ പറഞ്ഞ വാക്ക് കേൾക്കുന്നുണ്ടോ? ഫയഖൂൽ യാ ലൈതനി ലം ഊത കിതാബിയ, ഞാനൊരു ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ. അടുത്ത വാക്ക് വലം അദ്രി മാ ഹിസാബിയ. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇമാം ഖുർത്തുബി, ഇമാം തബറാനി രണ്ടുപേരും അർത്ഥം പറഞ്ഞ വാക്ക് എന്താ അറിയോ? വലം അഅലം അന്ന ഹിസാബി യബ്ലഗു ബി ഇലാ ഹാദ അല്ലദീ ബലഗ ബി. എന്റെ വിധി ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ വാചക ശ്രദ്ധിക്കണ്ടേ. ഞാൻ ഇങ്ങനെയാണ് പരലോകത്തെത്തുക എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒന്നുകൂടി, ലം അദ്രി അന്ന ഹിസാബി ശദീദ് വഅന്നി ഉസ്ബിറു ബിസബബി ഇലൽ അദാബ്. പടച്ചോനെ, പരലോകത്ത് ഇത്രമാത്രം വലിയ ശിക്ഷയ്ക്ക് വിധേയമാകണ ഒരു പര്യവസാനായിരിക്കും എനിക്കുണ്ടാകാൻ ഒരിക്കലും ഞാൻ കരുതിയില്ല. എന്തേ കരുതാത്തിന് കാരണം? അങ്ങനെ ആൾക്കാരപ്പം കൂടി അതൊന്നും വിഷയമല്ലടാ, അതൊന്നും വിഷയമല്ല. ഏത് അവനാന്റെ പൈസ എടുത്താണ്ട് പലിശ കിട്ടാണ്ട് ആ പലിശ കൊണ്ട് ജീവിച്ച് അതുകൊണ്ട് കല്യാണം കഴിച്ച് അത് FD കൊണ്ടുപോയിട്ട് അതിന്റെ വട്ടി പലിശക്ക് പിന്നെയും ജീവിച്ച് അതൊന്നും വിഷയമല്ലടാ. ആരാ പറഞ്ഞു? ആരും പറഞ്ഞല്ല, അവനാണ്ടാക്കി. എന്നിട്ട് പറയാണ് പരലോകത്ത് ഞാൻ എന്റെ വിധി ഇങ്ങനെയാകുന്ന വിചാരിച്ചില്ല. പിന്നെ എങ്ങനെയാവുന്ന വിചാരിച്ച്? എങ്ങനെയാകുന്ന വിചാരിച്ചത്? നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി പള്ളിക്കലുണ്ടാകുക, അങ്ങാടിന്റെ പുറത്തേക്കെത്തിയ എല്ലാ തോന്നിയാസത്തിലും ഉണ്ടാകുക, നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുക, അപ്പുറത്ത് പോയി തെറിയും പറയാ, നമ്മൾ ഖുർആൻ ഓതുന്ന കൂട്ടത്തിൽ ഉണ്ടാകുക, അപ്പുറത്ത് വന്നിട്ട് അശ്ലീല പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുക. അങ്ങനെ ഒരു ജീവിതം നടത്തുമ്പോൾ മനുഷ്യന്മാരല്ലേ അങ്ങനെ ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല എന്ത് നരകം കിട്ടും. അതുകൊണ്ടാ പറഞ്ഞ സുങ്ങളെ, പരലോകമില്ല എന്ന് വിശ്വസിച്ചിട്ടല്ല, അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന ബോധം ഉണ്ടാകാത്തോണ്ടല്ല. പിന്നെ ഇങ്ങനെയാണ് പരലോകം എന്ന് ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെയാണ്. രണ്ടോ ലക്ഷ്യബോധമല്ല, രണ്ടോ. അടുത്ത വാക്കെന്തറിയോ? രണ്ടാമത്തെ വാക്കാണ് ഏറ്റവും പ്രധാനം. യാ ലൈതനി കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തേ കാരണം അറിയുങ്ങളെ? അധ്വാനിച്ചില്ല. രണ്ടാമത്തെ പ്രശ്നത അധ്വാനിച്ചത്. ഇത് ഭയങ്കര അത്ഭുത. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, നമ്മളെ ഒരു സത്യസന്ധമായി സംസാരിക്കാൻ നമുക്ക് എത്ര കൊല്ലം ദുനിയാവിൽ ജീവിക്കണ്ടേ? നമ്മളൊരു ഞാൻ സഹോദരിമാര് കൂടി ഇത് മനസ്സിലാക്കാൻ കേട്ടോ, മക്കളെ വളർത്തുന്നിടത്ത് കൂടി നമ്മൾ ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സംഗതിയില്ലേ, നമ്മൾ എത്ര കൊല്ലം മാക്സിമം ഈ നാട്ടിൽ ജീവിക്കുക? 100 കൂട്ടുക, 100 കൂട്ടുക. ഇനി നമ്മളെ സംസാരം പറയട്ടോ, 100 കൊല്ലത്തിൽ ജീവിക്കാൻ പണിയെടുക്കണം, 100 കൊല്ലത്തിനിടക്ക് വീട് കയറ്റാൻ അധ്വാനിക്കണം, ഈ 100 കൊല്ലത്തിന്റെ ഇടക്ക് നമുക്ക് പൈസ ഉണ്ടാകാൻ അധ്വാനിക്കണം, ഇതിന്റെ ഇടക്ക് നമ്മളെ മക്കളുടെ ഹൈറിന് വേണ്ടി അധ്വാനിക്കണം. എല്ലാത്തിനും പണിയെടുക്കണം കേട്ടോ. വീടിന് പണിയെടുക്കണം, ജോലിക്ക് പണിയെടുക്കണം, സമ്പത്തുണ്ടാകാൻ പണിയെടുക്കണം, ജീവിതം ഹൈറാകാൻ പണിയെടുക്കണം, ഒക്കത്തിന് പണിയെടുക്കണം. ഒരു ദിവസം ദുനിയാവിലെ 50,000 കൊല്ലം നീണ്ടു നിൽക്കുന്ന സ്വർഗാരാമങ്ങളിൽ ഖാലിദീന ഫീഹാ ലാ മൗത ലഹു, ഒരിക്കലും അസ്തമിക്കാത്ത സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണ്ട. പിന്നെ ഒരു കമ്മട്ടത്തിൽ ജീവിച്ചാൽ മതി. ഇത് നമ്മളെ ധാരണയാണ്. ഇതാണ് ശൈത്താൻ ഉണ്ടാക്കി തന്നത്. ഞാനും നിങ്ങൾ എത്ര കൊല്ലം ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ 30-ആം വയസ്സ് കയറി അവൻ എത്ര കൊല്ലാണ് ഗവൺമെന്റ് സർവീസ് ഉണ്ടാകുക? പുതിയ നിയമപ്രകാരം 30 കൊല്ലം. 30 കൊല്ലം അവൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങാൻ ഓൻ ഈ ദുനിയാവുന്ന് LKG മുതൽ PG മുതൽ PSC വരെ പഠിക്കണം. 15 കൊല്ലം 16 കൊല്ലം പഠിക്കണം. 30 കൊല്ലം ജോലി ചെയ്യാൻ 16 കൊല്ലം പഠിക്കണം. അറ്റമില്ലാത്ത ലോകത്ത് അംബിയാ മുർസലീങ്ങളുടെ കൂടെ ജീവിക്കാൻ
പഠിക്കണ്ട, പിന്നെ കമ്മട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുക, മെല്ലെ പോകുക. അതുകൊണ്ടാണ് നീക്കുമ്പോ സുബഹിസ്കരിക്കുക, അലാറം വെച്ച് നീക്കണ്ട. എന്താ അങ്ങനെ നിസ്കരിച്ചാലും സ്വർഗം കിട്ടും. ആരാ പറഞ്ഞത്? നമ്മളുണ്ടാക്കുക. എന്ത് സുബഹി അങ്ങനെ ജീവിച്ചാ മതി. എപ്പോഴാണോ നീക്കുന്നത് 6:15 6:15 നീച്ച് നിസ്കരിച്ചാലും അള്ളാന്റെ സ്വർഗം കിട്ടും എന്ന് ആയത്താണോ? അല്ല. ഹദീസാണോ? അല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ദീന്. ആ ദീനുകൊണ്ടാ പരലോകത്തുനിന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇങ്ങനെ വിചാരണ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്നാൽ SSLC കുട്ടി പഠിക്കണ്ടെങ്കിൽ അവനെ ഒരു ഉമ്മ 5:15 എഴുന്നേപ്പിക്കോലോ. എന്തേ കാരണം? അധ്വാനിച്ചെങ്കിലേ മാർക്കുള്ളൂ. ഇവിടെ അധ്വാനിച്ചിട്ടില്ലെങ്കിലും സ്വർഗം ഉണ്ടാകും. ഈ ചിന്തന്റെ പേരെന്താ? നിങ്ങൾ ആലോചിക്കും. SSLC അധ്വാനിച്ചെങ്കിലേ മാർക്കുള്ളൂ, അതുകൊണ്ട് 5:15 നീക്കണം. സ്വർഗം 6:30 നീച്ച് നിസ്കരിച്ചാലും കിട്ടും. അതിന്റെ അർത്ഥം എന്താ? 10ാം ക്ലാസ് SSLCന്റെ വില പോലും അള്ളാനെ കാണുന്ന സ്വർഗത്തിനില്ല. എങ്ങനെ കൂട്ടര് ഈമാൻ ശരിയാകുക? ഇതെന്തിനാ പറഞ്ഞറിയോ? ധാരണയും കാഴ്ചപ്പാടും മാറണം. ലക്ഷ്യം സ്വർഗമാകുന്നതോടൊപ്പം അധ്വാനം ഉണ്ടാകണം. പടച്ചോൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഫത്തഖുല്ലാഹ മസ്തതഅതും, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അധ്വാനിക്കണം. സഹോദരങ്ങളെ, അതില്ലാതെക്കുമ്പോഴാണ് പള്ളിയിലേക്ക് ഇസ്ലാമിക വേഷം പള്ളി കഴിഞ്ഞാൽ തോന്നിയ പോലെ നമ്മൾ ആകുന്നത്. ഞാൻ നമ്മളെ പറ്റിയിട്ടല്ല പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ പള്ളിക്കൊക്കെ ഇസ്ലാമിക വേഷം പള്ളി കഴിഞ്ഞാൽ കല്യാണത്തിനും സൽക്കാരത്തിനും പള്ളിക്കൊക്കെ വന്നൊരു സഹോദരിയെ അല്ല. എന്തേ കാരണം? എന്താ അറിയോ? നാട്ടുകാർക്കടിയിൽ എത്തുമ്പം അധ്വാനം മറക്കുക. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തെറ്റായ സംഗതിയാണല്ലോ. റമദാനിൽ നമ്മൾ ഖുർആൻ ഓതി, അൽഹംദുലില്ലാഹ്, നമ്മൾ സ്വീകരിക്കാൻ വരെ നമ്മൾ പ്രാർത്ഥിച്ചു. റമദാനിന് ശേഷം ഒരു പേജെങ്കിലും നമ്മൾ ഓതണ്ടേ. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാതെ എങ്ങനെ നമ്മൾ ഉറങ്ങും? കാരണം ആ ഉറക്കത്തിൽ മരിച്ചാൽ അവസാനമായി പടച്ചോനെ ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു, TV കണ്ടിരിക്കുന്നു, രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു, പടച്ചോന്റെ കിതാബ് ഖബറിൽ മാ ഇമാമുക്ക എന്ന് ചോദിക്കുമ്പോ അൽ ഖുർആൻ ഇമാമിന്ന് ഉത്തരം പറയാൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാതെയാണ് ഞാൻ ഈ ആരോഗ്യമുള്ള സമയത്ത് കടന്നതെന്ന് പറഞ്ഞാൽ പടച്ചോൻ എങ്ങനെ നമ്മൾ സ്വീകരിക്കുക? ഇതെന്തിനാ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത്? കാഴ്ചപ്പാട് മാറണം. ആ കാഴ്ചപ്പാട് എന്താ അറിയോ? പണിയെടുക്കാതെ അധ്വാനിക്കാതെ ചുളിവിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം എന്നത് നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ പറയും ഉണ്ട്. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ കുട്ടിനെ ഇസ്ലാമികമായ ക്ലാസ്സിന് പറഞ്ഞേക്കൂല. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഓനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. ഇതിന്റെ മാനദണ്ഡം എന്താ? നമ്മളെ പെൺകുട്ടിയാള് നമ്മൾ ജുമാക്ക് വരുമ്പം ഉമ്മാരെപ്പാരെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പെൺകുട്ടികളെ ജുമാക്ക് കൊണ്ടുവരും. ഓർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വണ്ടി എടുത്താണ്ട് നമ്മളെ ട്യൂഷന് പറഞ്ഞേക്കും. അതിന്റെ കാരണം എന്താ അറിയോ? 74 കൊല്ലത്തെ ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി ആ കുട്ടിനെ നിർബന്ധിച്ചിട്ട് പഠിപ്പിക്കണം. ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പോച്ചെങ്കി വന്നാ മതി. ഇങ്ങനെ ജീവിക്കണോണ്ട് അസുഖങ്ങളെ സ്വർഗണ്ട്, പരലോകണ്ട്, നരകണ്ട് ഒക്കെ പഠിച്ച് നമ്മൾ അള്ളാനോട് പോയി പറയണത് വലം അതിരിമാ ഹിസാബിയ, പടച്ചോനെ ഇങ്ങനൊന്നല്ല ഞാൻ സത്യത്തിൽ വിചാരിച്ചിനി. ഇത് മാറണം. അത് മാറണം. ഞാൻ വീണ്ടും പറയാൻ, നമ്മളെ കുറിച്ചൊരു ബോധ്യത്തിലേക്ക് വരണം. നമ്മുടെ ലക്ഷ്യം പടച്ചോന്റെ മുന്നിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കും. ഞാൻ ആ വാചകത്തുമ്പോ തന്നെ പറഞ്ഞു, ഒറ്റക്ക് നിൽക്കും. ഞാൻ അള്ളാന്റെ മുന്നിൽ ഒറ്റക്ക് നിൽക്കും. എന്തേ ഈ ഇങ്ങനെ ചെയ്തത് നിന്നോട് ചോദിക്കുമ്പം പടച്ചോനെ ഞാൻ അങ്ങനെയാ പഠിച്ചത്, ഓക്കെ എന്ന് അള്ളാഹുവിനോട് എനിക്ക് പറയാൻ കഴിയണം. അവിടെ നാട്ടിലത്തെ എല്ലാവരും ഇങ്ങനെയായി, ചങ്ങായിമാരെങ്ങനെ എല്ലാവരും ഇങ്ങനെയായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടായത്. അതിൽ തോൽക്കും. 2 അധ്വാനിക്കാതെ ചുളിവിൽ ഇങ്ങനെ പോകുക. അതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്ത് മാകന അന്യമാലിയ, പഠിച്ചോനെ പൈസ ഒന്നിനും ഉപകാരപ്പെട്ടില്ലല്ലോ. ഈ നാട്ടിൽ എന്താ പറഞ്ഞോ? അതൊക്കെ മതിയടാ. എന്തേ കാരണം അറിയോ? ഈ പൈസ കൊണ്ട് ടൂർ പോയി, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഈ പൈസ കൊണ്ട് വണ്ടി വാങ്ങി, ഈ പൈസ കൊണ്ട് ചുരിദാർ വാങ്ങി, ഒക്കെ വണ്ടി എല്ലാ സംഗതിയും വാങ്ങി. ആ പൈസ കൊണ്ട് ഉളിഹ്യത്തിനും ചേർന്നില്ല, ആ പൈസ കൊണ്ട് കറക്റ്റ് സക്കാത്തും കൊടുത്തില്ല. പൈസ 5 പൈസക്ക് ഉപകാരപ്പെട്ടില്ല. എന്നാൽ പടച്ചോൻ പറഞ്ഞ മേഖലയിൽ ഉപകാരപ്പെട്ടിരുന്നെങ്കിലോ, പെടുത്തിയിരുന്നെങ്കിലോ, പടച്ചോൻ പറഞ്ഞ ദൗത്യം നിർവഹിച്ചിരുന്നെങ്കിലോ ആ പണം നമുക്ക് അനുഗ്രഹമായിരുന്നേനെ. കഴിഞ്ഞില്ല. ഹലക്കാനി സുൽത്താനിയ നാട്ടിൽ ഞാൻ ഫ്ലക്സ് ബോർഡിലുണ്ടായിനി, പഞ്ചായത്തിന് പ്രസിഡന്റ് ആയിരുന്നു, വാർഡ് മെമ്പറായിരുന്നു, രാഷ്ട്രീയത്തിന് മുകളിൽ ആൾക്കാരായിരുന്നു, ഭരണമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു, ഭരണമില്ലാത്ത പ്രതിപക്ഷത്തിന്റെ ഭരണാധികാരിയായിരുന്നു, ഒക്കെ നാട്ടുകാർക്കിടയിൽ വിലയും നിലയുണ്ടായിരുന്നു. പരലോകത്ത് 1/2 പൈസക്ക് അള്ള വില കൊടുത്തില്ല. എന്തേ കാരണം? ആ ഭരണങ്ങൾ കൊണ്ട് പടച്ചോ മാർഗത്തിൽ നന്മ ചെയ്ത് സ്വർഗം വാങ്ങായിരുന്നു. അവിടെ എന്തായി? തിരിപ്പോയിട്ട് ഇങ്ങനെ നടന്നു.
ബാക്കിയുള്ളവന്റെ പൈസ അടിച്ചെടുക്കാൻ വേണ്ടി നടന്നു, അതിന് അവിടെ ഇവിടെ ഇങ്ങനെ പോയി, അതിന്റെ പേരിൽ നിസ്കാരം പോയി, അതിന്റെ പേരിൽ നോമ്പ് പോയി. മതത്തിനെതിരായി പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടിന്റെ ഒപ്പം നിൽക്കാൻ തുടങ്ങി, അവനാന്റെ ഈമാൻ പോയി. നമ്മളതെന്തിന് ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ലോ. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക. കാരണം രണ്ട് സ്ഥലമുള്ളൂ. ഒന്നുകിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക, അല്ലെങ്കിൽ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക. കഴിഞ്ഞു. ഇതിൽ വലത്തെ കൈയിൽ കിട്ടണോ പറഞ്ഞ വാചക ഞാൻ ലക്ഷ്യത്തിൽ ജീവിച്ചു പണിയെടുത്തു. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാം, ഇടത്തെ കൈയിൽ ഗ്രന്ഥം ലഭിച്ചോ പരലോകത്തെ പറ്റി അറിയാത്തവനല്ല, പിന്നെ അവൻ ഇങ്ങനെ ലക്ഷ്യമായിട്ട് ജീവിച്ചില്ല. രണ്ട്, പരലോകത്ത് ഇങ്ങനെയായിരിക്കും വിചാരണ ഉണ്ടാകുക എന്ന് അവൻ വിചാരിച്ചതുമില്ല. ഇതിൽ നമ്മൾ ആരാകണം എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും സത്യത്തിൽ നമ്മൾ ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയണം. എല്ലാ ഖുത്ബയിലും ഞാൻ ഇന്നോടെന്ന പോലെ ഈ പറയണത്, നമുക്ക് കുറച്ച് കഴിഞ്ഞതൊന്നും കഴിയൂല. ഞാൻ പറഞ്ഞത്, നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഹജ്ജിന് പോയി അവിടേക്ക് എത്തിയ പലരും നമുക്കിങ്ങനെ വിളിക്കാൻ, എന്നിട്ട് വളരെ സന്തോഷത്തിൽ പലരും പോയി ഒരു തൊവാഫ് ഒരു ഉംറ കഴിയുമ്പോഴേക്കും കാലിന് വേദന തുടങ്ങുക. അത് നമ്മക്കിപ്പം അറിയണില്ല, എനിക്കിപ്പം അറിയണില്ല. നമ്മൾ ഈ തടിയും ഈ സംഗതിയും കൊണ്ട് ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല. നമ്മളിതൊന്നും ഈമാനികമായിട്ടൊന്ന് വളർന്ന് സെറ്റപ്പ് ആകുമ്പോഴേക്കും മേനിക്ക് കഴിയില്ല, പൈസക്ക് കഴിയില്ല. അത് നമ്മൾ നൂലുകൊടിക്കേണ്ടി വരും. നമുക്കിപ്പം ജമാഅത്തിന് പള്ളിക്ക് കയറാൻ പ്രശ്നമല്ലല്ലോ സോങ്ങളെ. നമുക്ക് ഇതാ ഈ ഫോണിൽ അലാറം വെച്ച് സുബഹിക്ക് ഞാൻ എനിക്കും നിങ്ങൾക്ക് നിലവിൽ പ്രശ്നമല്ലല്ലോ. ഈ നാട്ടിൽ ബോംബ് സ്ഫോടനമല്ല, ഒരു സംഗതിയില്ല, നമുക്ക് വരുന്നതിന് തടസ്സമല്ല. ഈമാന്റെ മാത്രം കുറവല്ലുള്ളൂ. ഇനി നമ്മൾ മാത്രം അള്ളാന്റെ മുന്നിൽ കുറ്റക്കാരാവൂലേ? നമ്മളെ കുടുംബത്തെയും കൂട്ടി നമ്മളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ജുമാക്ക് കൊണ്ട് ഞാൻ എന്തിനാ തന്നെ പറയണറിയോ? ഒരു ജുമാക്ക് നമ്മളൊരു കുട്ടി വന്നാൽ ഒരു നിസ്കാരക്കാരനായോ മാറും. അറിയോ നിങ്ങൾക്ക്? 5, 4, 3 വട്ടം നമ്മളെ പെൺകുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ദീനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞാലും കേൾക്കൂല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ, നിസ്കാരാകട്ടെ, ഒരു ദിവസം ഖുർആൻ പാരായണാകട്ടെ, എല്ലാ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് ഓതലാകട്ടെ, ഇസ്ലാമികമായി സ്വതക്കയാകട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. ആവതുള്ള കാലത്ത് ചെയ്യുക. ആവതുള്ള കാലത്ത്. ഇപ്പൊ നമ്മളെ കയ്യിൽ 100 ഉറുപ്പ്യേ ഉള്ളൂ. സഹോദരങ്ങളെ, എത്ര മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു 100 ഉറുപ്പ്യ ഉള്ളൂ, അതിന് 10 ഉറുപ്പ്യ എടുത്ത് കൊടുക്കും. ഞാനെന്താ അറിയോ? ഇപ്പൊ 100 ഉറുപ്പ്യ ഉണ്ടല്ലോ പടച്ചോനെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു മുഅ്മിൻ ഉണ്ടാകുക. ഞാൻ മൂന്നാമത്തെ കാര്യം കൂടി പറയാം. മൂന്നാമത്തെ എന്താ അറിയോ? ലക്ഷ്യബോധവും അധ്വാനം. മൂന്നാമത്തത്, തെറ്റ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ന്യൂനത മനസ്സിലാക്കി തിരുത്തുക. രാഷ്ട്രീയ പ്രവർത്തകനല്ല പറയാം, ഞങ്ങളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തി മുന്നേറും. അതാണ് സ്വർഗം കിട്ടാനുള്ള വഴി. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ന്യൂനതകൾ അറിയും. വേറെ ആർക്കും അറിയാത്ത നമ്മുടെ ന്യൂനത നമുക്ക് അറിയും. അത് നമ്മൾ പെട്ടെന്ന് തിരുത്തി മുന്നേറുക. ഖുർആനിൽ ഒരൊറ്റ ആയത്ത്, സൂറത്തു ആലിമ്രാൻ 3-ാമത്തെ അധ്യായം, ഫാത്തിഹ, ബഖറ, ആലിമ്രാൻ 3-ാമത്തെ അധ്യായം 135-ാമത്തെ ആയത്തിൽ അള്ളാഹ് കറക്റ്റ് ഈ പറഞ്ഞ സാധനം ശരിക്കും നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമ്പർ പറയണേ എപ്പോഴെങ്കിലും പിന്നീട് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാനാട്ടോ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, നമ്മളിൽ ഒരു വിശ്വാസിൽ ഒരു തെറ്റ് പറ്റിയാൽ, അബദ്ധങ്ങൾ പറ്റിയാൽ, മനുഷ്യന്മാരിൽ ചിലപ്പോൾ പറ്റിയാൽ, ഔ ളലമു അൻഫുസഹും, അവനാനോട് തന്നെ തെറ്റ് സംഭവിച്ചാൽ, അക്രമം കാണിച്ചെന്ന് പറഞ്ഞാൽ പടച്ചോൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, ദക്കറുല്ലാഹ് വസ്തഗ്ഫറു ലിദുനൂബിഹിം, അവര് നേരെ പടച്ചോനെ എന്റെ അബദ്ധം പറ്റിങ്ങനെ ബോധ്യം വരുന്ന സമയത്ത് ജുമഅക്ക് ശേഷം, ഖുത്ബക്ക് ശേഷം, ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം അവർ അള്ളാഹിനോട് പശ്ചാത്തപിക്കും. പടച്ചോനെ ഇന്ത്യക്ക് അങ്ങനെ വരാതെ ഞാൻ കാത്തു സൂക്ഷിക്കണം, നാദാ ഈമാൻ നിലനിർത്തണം, പടച്ചോനെ അത് പുറത്തു തരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. എന്നിട്ട് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. കാരണം അല്ലാതെ ഒരാളും പൊറുക്കാനില്ല. അടുത്ത വാക്കെന്തറിയോ? വലം യസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവരൊരിക്കലും ചെയ്ത തെറ്റിൽ തന്നെ സ്ഥിരമായി മരിക്കും വരെ പോകൂല. ഈ വാചകം മറക്കരുത്. എനിക്ക് ഈ ഫോണിൽ തോന്നിയാസം കാണുന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് വെച്ചോളൂ. എന്റെ പെണ്ണുങ്ങൾക്ക് വരെ അറിയില്ല, പക്ഷെ എനിക്കറിയാം. അറ്റാക്ക് വന്ന് ഇടവണ്ണങ്ങാടിയിൽ നിന്ന് വീണ അള്ളാന്റെ മുന്നിൽ മൻ റബ്ബുക്ക എന്നുള്ള ചോദ്യത്തിന് ഈ സാധനം എനിക്ക് തടസ്സവും. നിർത്തുക. വേറെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു. എന്താ നിർത്തല്ലാതെ പരിഹാരം എന്താ? നിർത്തല്ല, എന്താ പരിഹാരം? ഇന്റെ സമ്പത്തിൽ ഹറാമ് വരുന്നുണ്ട്. എത്രയോ നല്ല മനുഷ്യന്മാർ എന്നിട്ട് നമ്മൾ ചോദിക്കല്ലേ, സത്യസന്ധമായിട്ട് ചോദിക്കലുണ്ട്, എന്റെ സമ്പത്തിൽ ഇന്ന കാലഘട്ടത്തിൽ ഹറാമൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ ശരിയാക്കി, ഇനി എന്തെങ്കിലും തൗബ ചെയ്യാൻ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ആ ചോദ്യത്തിന്റെ പേരാണ് സ്വർഗം. ആ ചോദ്യത്തിന്റെ പേരാ സ്വർഗം. എന്റെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇടക്കിടക്ക് ഇറങ്ങാറാവും. ഓലായതുകൊണ്ട് എന്റെ അപ്പൊ പിടിച്ചിരിക്കണത്. എന്താ അതൊന്ന് നല്ലപോലെ ആയി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ ചോദ്യത്തിന്റെ പേരാ സ്വർഗം. ആ വഴിയാണ് സ്വർഗം. ഞാൻ പറഞ്ഞ ദിവസങ്ങളെ അവനാന്റെ തെറ്റിനെ പറ്റി ബോധം ഉണ്ടാകാൻ ന്യായീകരിക്കരുത് ഒരിക്കലും. ആ തെറ്റിനെ പറ്റി ആലോചിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് മറികടക്കാൻ പടച്ചോണ്ട് ദുആ ചെയ്ത് ശ്രമിക്കുക. തെറ്റ് പരിഹരിച്ചാൽ ജയിക്കും. തെരഞ്ഞെടുപ്പിലും പരീക്ഷയിലും സ്വർഗത്തിന്റെ വിഷയത്തിലും തെറ്റ് കണ്ടെത്തി അവനവൻ പരിഹരിച്ചാൽ വിജയിക്കും. തെറ്റുമ്മ ന്യായീകരിച്ച് കൂടുന്നവർ ഇഹലോകത്തും പരലോകത്തും പരാജയപ്പെടും. ഇത് ബേസിക് തിയറിയാണ്. ഇത് അല്ലാഹ് നമുക്ക് പറഞ്ഞു തരാൻ. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും സംഘങ്ങളെ. ആ തെറ്റ് നമ്മൾ തിരുത്തുക, മുന്നോട്ട് പോവുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്യുക. ആവർത്തിക്കുന്നു, 3 കാര്യങ്ങൾ കൊണ്ടാണ് വിജയം, 3 കാര്യങ്ങൾ കൊണ്ടാണ് പരാജയം. ദുനിയാവിലും ഇലക്ഷനിലും പരീക്ഷയിലും സ്വർഗത്തിന്റെ വിഷയത്തിലും. 1 ലക്ഷ്യബോധം, 2 കഠിനാധ്വാനം, 3 തെറ്റുകൾ തിരുത്തുക. ആർക്കാണ് പരാജയം? ലക്ഷ്യമില്ലാതെ കൂട്ടം കൂടി ജീവിക്കുക. 2 എങ്ങനെയെങ്കിലൊക്കെ സ്വർഗം കിട്ടും. അധ്വാനിക്കാതെ ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുക. പരലോകത്തിന് വിഷയം തട്ടിമുട്ടിന് ജയിച്ചോളും, അവിടെ എത്തിയിട്ട് വിജയിച്ചോളും എന്ന് വിചാരിച്ച് ജീവിക്കുക. 3 തെറ്റിൽ തന്നെ പിന്നീട് നന്നാകാം, പിന്നെ ശരിയാകാം, ഇപ്പൊ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുക. ഇത് 3 പരാജയമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ജോലി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വരുമാന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, യുദ്ധപരമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, അവിടെയുള്ള പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വരുമാനം നൽകുകയും അതിൽ ബർക്കത്തും ഖൈറും നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ പ്രദേശത്തിനും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.